എന്നതിന് ശേഷം ശൗനകാദി മഹർഷീശ്വരന്മാരുടെ അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന കൂട്ടത്തിലാണ് ഇന്ന് ആദ്യത്തെ സ്കന്ധത്തിൽ കാണുന്ന 9-ാമത്തെ അധ്യായത്തിൽ ശ്രീഗുരുവായൂരപ്പൻ്റെ അത്യന്തം വലിയ സംരക്ഷണഭാവത്തെ എടുത്തു പറയുന്ന ഭീഷ്മ പിതാമഹൻ്റെ ചിന്തകൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തരും. ഇന്നലെ അനുസ്മരിച്ചിട്ടുണ്ടാവും ധൃതരാഷ്ട്രൻ്റെ പ്രത്യേകത, അതേപോലെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പ്രത്യേകത, അതേപോലെ തന്നെ കുന്തിയുടെ ആ മാതാവിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള അനേകം സജ്ജനങ്ങൾ എന്തൊന്നാ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടാണ് സജ്ജനാഗ്രണിയായ പോരാ സ്വച്ഛന്ത മൃത്യു കൂടിയായ ഭീഷ്മ പിതാമഹൻ്റെ ചിന്തകൾ നമ്മളിലേക്ക് സൂതപൗരാണികൻ പതുക്കെ സംക്രമിപ്പിക്കുന്നത്. ശ്രീമദ് ഭാഗവത സത്രം എന്നാകുമ്പോൾ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇല്ല എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് രസിക്കാനാവും തോന്നുന്നില്ല. അതെന്ത്, വ്യത്യസ്തന്മാരായ ആചാര്യന്മാർ അവരുടെ വീക്ഷണകോണിലൂടെയാണ് ഓരോ വിഷയത്തെയും അവതരിപ്പിക്കൽ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും ചിന്തയാണ് നമുക്ക് ദുഃഖത്തിന് കാരണമായി മാറുന്നത്. ചിന്ത അത് മാറുമ്പോൾ വാക്ക് മാറ്റപ്പെടുന്നു. ചിന്തയും വാക്കും മാറുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം വ്യത്യസ്തമായി മാറുന്നുണ്ട്. ഈ വ്യത്യസ്തതയാണ് ഇന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും മാറുന്നത് എന്ന് എളുപ്പത്തിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇത്രയ്ക്ക് ദുഃഖം കൊണ്ട് പൂർണ്ണമായ അന്തരീക്ഷത്തിൽ, ഇതേ അന്തരീക്ഷത്തിൽ വളരെയധികം സുഖിക്കുന്ന കുറച്ചാൾക്കാരെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ അന്തരീക്ഷം അല്ല അവരെ സുഖത്തിലേക്ക് എത്തിച്ചത് എന്ന് തീരുമാനിക്കാൻ സാധിക്കും. അവരുടെ ചിന്ത അവരുടെ വാക്കിലേക്ക് കയറി വരുന്നു. ഇത് മനസ്സിലാക്കുമ്പോഴാണ് സൂതപൗരാണികൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നു എന്തൊന്നാണ് ഭാഗവതം ആവാൻ നമ്മൾ ചിന്തിക്കേണ്ടത്. ഭാഗവതം എന്ന വാക്ക് ഭഗവാന്റേതാവാൻ, ശ്രീഗുരുവായൂരപ്പൻ്റേതാവാൻ, മഹാദേവൻ്റേതാവാൻ, പരാശക്തിയുടേതാവാൻ നമ്മൾ എന്തൊന്നാണ് ചിന്തിക്കേണ്ടത്. ഇത് വളരെ അത്യുത്തമമായിട്ട് കാണിച്ചു തരുന്ന ഒന്നാണ് 9-ാമത്തെ അധ്യായം. ഇന്നലെ 8-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ചത് ഒന്നുകൂടി പറഞ്ഞുകൊണ്ടാണ്, ഒരു ചെറിയ പശ്ചാത്തല വിവരണം പറഞ്ഞുകൊണ്ടാണ് 9-ാമത്തെ അധ്യായം ആരംഭിക്കുക. അതാണ് ഇതിഭേദ പ്രജാദ്രോഹാൽ സർവധർമ്മവിൽസയാതോ വിനശനം പ്രാഗാൽ യത്ര ദേവവ്രതോ പതൽ. യുധിഷ്ഠിരൻ്റെ ചിന്ത, താൻ അനേകം കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ ഇല്ലാത്ത പ്രവർത്തനത്തിലേക്ക് അവരെ നയിക്കുന്നു. യുദ്ധക്കൊതി കൊണ്ട് എത്രയെത്ര കുഞ്ഞുങ്ങൾക്ക് അച്ഛന്മാരെ നഷ്ടമായി. അതുപോലെ എത്രയെത്ര അമ്മമാർക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. എത്രയെത്ര വധൂവ്രതാരത്നങ്ങൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു. ഇവരിൽ ഏതെങ്കിലും ഒരാൾ ദുഃഖിക്കുന്നുണ്ടായെങ്കിൽ പിന്നെ തനിക്ക് എങ്ങനെ സുഖിക്കാനാവും? ഈ ചിന്ത അദ്ദേഹത്തിൽ അധികം കയറി വന്നപ്പോഴാണ് അതിൽ നിന്ന് മോചനം ആഗ്രഹിച്ച ചൈതന്യം അർജുനൻ തൻ്റെ ജ്യേഷ്ഠനുണ്ടായ പരിമിതിയെ മനസ്സിലാക്കിയിട്ട് ശ്രീകൃഷ്ണൻ എന്ന ഗീതാചാര്യനോട് ഒരിക്കൽ കൂടി ഗീത ഉപദേശിക്കാൻ പറഞ്ഞത്. പക്ഷേ എന്തുണ്ടായി? അത്ഭുതകർമാവായ ശ്രീകൃഷ്ണൻ്റെ ഗീത ഉപദേശം കൊണ്ടൊന്നും തന്നെ അന്ന് യുധിഷ്ഠിരന് ചിന്തയിൽ ഉണ്ടായ പരിമിതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. കൃഷ്ണേന അത്ഭുതകർമ്മണ എന്നൊരു വാക്ക് 8-ാമത്തെ അധ്യായത്തിൽ കാണാം. ഇതേ ഗീത തന്നെയല്ലേ നമ്മളൊക്കെ അനേകം തവണ ചൊല്ലിയത്. എന്നിട്ട് എന്തുണ്ടായി? ആലോചിക്കണം. അതേ ഗീത തന്നെയാണ് യുദ്ധത്തിൻ്റെ നടുക്ക് വച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന് ഒരൊറ്റ തവണ അർജുനൻ കേട്ടത്. ഫലം എന്തുണ്ടായി? അദ്ദേഹത്തിന് താൻ എന്തൊന്നാ ചെയ്യേണ്ടത് എന്നതിൽ ഒരു പൂർണ്ണമായ തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇന്നത് ചെയ്യും എന്ന് തീരുമാനിക്കുമ്പോൾ അതിനു മുമ്പ് അവൻ ഇന്നത് പറയും എന്നത് തീരുമാനമായിട്ടുണ്ട്. അതിനു മുമ്പ് അവൻ്റെ ചിന്തകൾ കൃത്യമായിട്ടുണ്ട് എന്നതും ഉറപ്പിക്കാം.
ഇതറിഞ്ഞുകൊണ്ടാണ് അന്ന് ശ്രീകൃഷ്ണൻ എന്ന ഗീതാചാര്യനോട് തൻ്റെ മൂത്ത ജ്യേഷ്ഠന് യുധിഷ്ഠിരനുണ്ടായ ഈ വ്യാകുല ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉപദേശിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ഭഗവാന്റെ സങ്കല്പം ഉണ്ടായില്ല. ഇത് യുധിഷ്ഠിരനിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കട്ടെ എന്ന സങ്കല്പം അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. മറിച്ച് ഒരു പ്രവർത്തനം ശ്രീകൃഷ്ണൻ അന്ന് സങ്കല്പിക്കുന്നു. ഈ യുധിഷ്ഠിരൻ്റെ ചിന്തയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ നല്ലത് സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മ പിതാമഹരുടെ ഇടപെടൽ തന്നെയാണ്. ഇതുകൊണ്ട് താമസമുണ്ടായില്ല. ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ എത്ര സജ്ജനങ്ങൾ, ഒപ്പം തന്നെ അനേകം സാധാരണ ജനങ്ങൾ, അതുപോലെ തന്നെ പാണ്ഡവന്മാരെല്ലാവരും കൂടി എന്ന് കുരുക്ഷേത്ര ഭൂമിയിലെത്തുന്നുണ്ട്. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശോ ഭരദ്വാജ ശിഷ്യോ രേണുകാസുത. ഒരു വലിയ പട്ടിക തന്നെ ഇവിടെ സൂതപൗരാണെടുത്ത് പറയുന്നു. ആരെല്ലാമാണ് അന്ന് യുധിഷ്ഠിരൻ്റെ ഒപ്പം കുരുക്ഷേത്ര ഭൂമിയിലെത്തിയത്. ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ ഒന്നിച്ചു ചേരലുണ്ടാകുമ്പോഴാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന വാക്ക് എല്ലാ നിലയ്ക്കും പൂർണ്ണമാകുന്നത്. സജ്ജനങ്ങൾ ഒന്നിച്ചു ചേരലാണ് ഏറ്റവും വലിയ ധർമ്മ പ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനും വളരെ ആവശ്യമായത്. സജ്ജനം എന്ന വാക്ക് നല്ല ജനം എന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ നല്ലത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദുഃഖം അനുഭവിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നീ എന്തിനാ ദുഃഖിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു വാത്സല്യം ഒരാളിലുണ്ടായെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഒരു സജ്ജനം ആയി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. സജ്ജനത അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എങ്ങനെയാകുമ്പോൾ തൻ്റെ ദുഃഖം മാറ്റിയ, എല്ലാവരിലെയും ദുഃഖം മാറ്റുന്ന ശ്രീകൃഷ്ണൻ്റെ, നമ്മുടെ ശ്രീഗുരുവായൂരപ്പൻ്റെ സംരക്ഷണ ഭാവത്തെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വാത്സല്യം കൂടി അദ്ദേഹത്തിനുണ്ടായാൽ അദ്ദേഹം സജ്ജനത ഉള്ളവൻ തന്നെയാണ്. അത് എങ്കിൽ സജ്ജന ആഗ്രണി എന്നെപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? അവനവൻ്റെ ആചരണങ്ങൾ അത് എത്രയ്ക്ക് മാത്രം തൻ്റെ ദുഃഖം മാറ്റിയെന്ന് തീരുമാനമായി കഴിഞ്ഞത് മറ്റൊരാൾക്ക് ഈ ആചരണങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ ഒരു വലിയ വാത്സല്യം അദ്ദേഹത്തിന് കാണിക്കാനായാൽ അദ്ദേഹമാണ് സജ്ജനാഗ്രഹി. ആ കാര്യത്തിൽ എത്ര ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നു. അതിൽ അങ്ങനെയുള്ള അനേകം സജ്ജനങ്ങളാണ് ഒന്നിച്ച് അവിടെ വന്നു ചേരുന്നത്. എങ്ങനെ ഉണ്ടാവാൻ കാരണം? ശ്രീകൃഷ്ണ ഭഗവാന്റെ നേതൃത്വത്തിൽ യുധിഷ്ഠിരൻ ഇന്ന് സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മപിതാമഹനെ കാണു പോകുന്നു. ഭീഷ്മപിതാമഹനും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ എന്തൊന്നാണ് ഇനി സംസാരിക്കുക, അതൊന്ന് കേൾക്കണം എന്ന കൊതിയാണ് ഇക്കണ്ട എല്ലാ സജ്ജനാഗ്രഹണികളെയും അവിടേക്ക് ഒന്നിച്ചു ചേരാൻ ഇടയാക്കിയത്. അതെന്തേ? ലോകത്തിൽ ഒരാളും ദുഃഖിക്കരുത് എന്ന് ചിന്തിച്ച ഒരേ ഒരു ഈശ്വരൻ നമ്മുടെ ശ്രീഗുരുവായൂരപ്പൻ മാത്രം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശത്തിൽ അദ്ദേഹം പറയുകയും ചെയ്യും. ഞാൻ ഇന്ന് ഹേ ഉദ്ധവ, ശ്രീകൃഷ്ണൻ എന്ന ഒരു സജ്ജനം ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് കേൾക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു എന്നെ. അങ്ങനെയുള്ള ദുഃഖഹന്താവായ ശ്രീകൃഷ്ണനും ഇതേ ശ്രീകൃഷ്ണന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഭക്തനും ആയ ഭീഷ്മര്, ഇവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കലുണ്ടാക്കുക? അതൊന്ന് കേൾക്കാം. അത് ചിന്തിച്ച് തന്നെയാണ് എല്ലാവരും അവിടേക്ക് ഓടി വരുന്നത്. ഫലം എന്തുണ്ടായി? ശയനത്തിൽ വിശ്രമിക്കുന്ന ഭീഷ്മ പിതാമഹന് അതുകൊണ്ട് തന്നെ ഈ ഓരോ സജ്ജനങ്ങളെയും അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ കൊണ്ട് ഉപചാരം ചെയ്യാനാണ് സാധിക്കുന്നത്. നോക്കണു, ആ നോട്ടം സ്വീകരിച്ച നാരദ മഹർഷി, അതുപോലെ തന്നെ ഭഗവാൻ ബാദരായണ, അവർക്ക് വലിയ ഉപചാരം ഈ സ്വച്ഛന്ദ മൃത്യു അങ്ങട് സമർപ്പിക്കണു എന്ന് തന്നെയാണ് തോന്നിയത്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന സന്ദർഭത്തിൽ തൻ്റെ വളരെ അടുത്ത് യുധിഷ്ഠിരനെ കണ്ടപ്പോൾ ഭീഷ്മപിതാമഹൻ അങ്ങട് പറയുകയും ചെയ്തു, ഉണ്ണി യുധിഷ്ഠിര, അങ്ങയുടെ സഹോദരങ്ങളുടെ ഈ കണ്ട ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് എല്ലായ്പ്പോഴും പറയാൻ തോന്നാറുള്ളത്,
അഹോ കഷ്ടം അഹോ അന്യായം യദ്യൂയം ധർമ്മനന്ദന എന്നത് തന്നെ. എന്ത്? ഒരിക്കലും ന്യായത്തിന് നിരക്കാത്തത്. അതുകൊണ്ട് തന്നെ പരമാവധി കഷ്ടം എന്ന വാക്ക് മാത്രം പറയേണ്ടത്. അതെന്ത്? ഈ ജീവിതം ഈ നിലയ്ക്കൊന്നും ഇങ്ങനെ ദുഃഖം കൊണ്ട് നിറഞ്ഞ് ജീവിക്കേണ്ട ഒരാളല്ല അങ്ങ്. അതെന്താ കാരണം? ഈ കഴിഞ്ഞ ജീവിതം മുഴുവൻ അങ്ങ് ഏത് രീതിയിലാണ് ജീവിച്ചത്? വിപ്ര ധർമ്മ അച്യുത ആശ്രയാ എന്ന ഭാവത്തിലാണല്ലോ അങ്ങുണ്ടായിട്ടുള്ളത്. ബ്രാഹ്മണര് എന്തെന്നാണോ ഉപദേശിക്കുന്നത് അതിനനുസരിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്ലപ്തപ്പെടുത്തി ഒരാൾ എങ്കിൽ തുറന്നുള്ള ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവരുത് എന്നതാണ് സനാതന ധർമ്മം പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ധർമ്മമനുസരിച്ച് അവനവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ എന്ത് എന്ന് ഋഷി പരമ്പരകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കൽ, അത് ആചരിച്ചുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് ഈ ധർമ്മ ചിന്തയിലേക്ക് ഒരു പ്രചോദനം കൊടുക്കൽ, ആ നിലയ്ക്ക് ജീവിച്ചാലും ഒരിക്കലും ദുഃഖം ഉണ്ടാവരുത്. അതേസമയം ഈ ബ്രാഹ്മണരും അതുപോലെ തന്നെ ഈ ധർമ്മവും ഏത് ചൈതന്യത്തെയാണോ ആശ്രയിക്കുന്നത്, ആ അച്യുതൻ, ആ ശ്രീകൃഷ്ണൻ, ആ ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് ഏതെങ്കിലും ഒരു ചൈതന്യത്തെ, ബ്രാഹ്മണരെ അഥവാ ധർമ്മത്തെ അഥവാ ശ്രീഗുരുവായൂരപ്പനെ സന്തോഷിപ്പിച്ചു ഒരാൾ എങ്കിൽ ഒരിക്കലും ദുഃഖം അനുഭവിക്കാൻ പാടില്ല. എന്നാൽ എന്തെല്ലാം ദുഃഖം നിങ്ങൾക്കുണ്ടായില്ലേ? ഉണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ അച്ഛൻ മരിച്ചത്. പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യാദഷ്ടാനുരാഗാശ്രയന്ധി ഭൂതേന ചക്ഷുഷാ അഹോ കഷ്ടം അഹോ അന്യായം യദ്യൂയം ധർമ്മനന്ദനാ ജീവിതും നാരകഥ ക്ലിഷ്ടം വിപ്രധർമ്മ അച്യുതാശ്രയാ സംസ്ഥിതേ തിരഥേ പാണ്ഡൗ പ്രധാ ബാലപ്രജാവധു യുഷ്മൽകൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതീമുഹു. തുടർന്ന് കുന്തി എന്ന് പറയുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് ഈ 5 പേരെ 3ഉം 2ഉമായിട്ട് കിട്ടിയ 5 ആൺകുട്ടികളെയും സ്വീകരിച്ച എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടായില്ലേ? എന്നാൽ ഇന്ന് എനിക്ക് എൻ്റെ അനേകം വർഷത്തെ ചിന്തകളെ കൊണ്ട് യുധിഷ്ഠിര, ഉണ്ണിക്ക് എൻ്റെ ഈ നിലയ്ക്കൊരു ജീവിതം വേണ്ടി വന്നത്, അതിനൊരു ഉത്തരം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്താ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് യുധിഷ്ഠിരൻ തൻ്റെ പിതാമഹനായ ഭീഷ്മരുടെ മുഖത്തേക്ക് വളരെ ഉത്കണ്ഠയോടുകയറി നോക്കുന്നു. ഭീഷ്മപിതാമഹനോ ശ്രീമദ് ഭാഗവതത്തിൽ പറയും, ആ ശരശൈലത്തിൽ വിശ്രമിക്കുന്ന സന്ദർഭത്തിലും കൂടി എന്തുമാത്രം അതിതേജസ്വിയായി ശോഭിക്കുന്നു. ആകാശത്തിൽ നിന്ന് താഴത്തേക്ക് വീണ ഒരു ദേവൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ശോഭിക്കുന്നു. അങ്ങനെയുള്ള അതിതേജസ്വിയായ തൻ്റെ പിതാമഹനിൽ നിന്ന് തൻ്റെ ജീവിതത്തിനെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി കിട്ടണു എങ്കിൽ അതെന്തുമാത്രം വലുതായിരിക്കും. എന്ത്? തന്നേക്കാളും എത്ര അധികം സത്സംഗം നേടിയെടുത്ത, എല്ലാ ശാസ്ത്രങ്ങളിലും അത്യന്തം വലിയ പാണ്ഡിത്യം നേടിയെടുത്ത ചൈതന്യമാണല്ലോ ഭീഷ്മപിതാമഹൻ. എന്തായിരിക്കും അദ്ദേഹം പറയലുണ്ടാകുക? അതങ്ങനെ കാതോർത്തിരിക്കുമ്പോഴാണ് മുമ്പിൽ അങ്ങനെ ശോഭിക്കുന്ന പരമകാരുണികനായ, പരമതേജസ്വിയായ, പരമസുന്ദരനായ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ഉണ്ണി യുധിഷ്ഠിര, എൻ്റെ ഒരു തോന്നല് സർവം കാലകൃതം മന്യേ, എല്ലാം ഈ കാലം ഉണ്ടാക്കിയത് അതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് തന്നെ. അത് പറഞ്ഞു കേട്ട സന്ദർഭത്തിൽ ശ്രീകൃഷ്ണനാവട്ടെ വളരെ വാത്സല്യത്തോടുകൂടി ഭീഷ്മപിതാമഹനെ ഒന്ന് നോക്കി അങ്ങോട്ട് ചിരിച്ചു. മാത്രമല്ല ഒരു ദീർഘശ്വാസം വിടലും കൂടി ചെയ്തു എന്ന് തന്നെയാണ് പ്രാതസ്മരണീയനായ ഭാഗവത വാചസ്പതി തോട്ടം കൃഷ്ണൻ നമ്പൂതിരി എന്ന ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത്. എന്താ ഇവിടെ പറയേണ്ടത്? ഭീഷ്മപിതാമഹൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കേൾക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഉദ്ദേശം കൂടുതൽ ചിന്തിക്കുന്ന ഒരാൾക്കാണ് ഉൾക്കൊള്ളാനാവുള്ളൂ. ഇന്ന് എന്തുമാത്രം വലിയ മനോവ്യഥയുമായിട്ടാണ് ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് യുധിഷ്ഠിരൻ വന്നത്. കൃഷ്ണൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് ആ ദൂത് കൂടി കഴിഞ്ഞപ്പോഴേക്കും
യുദ്ധം വേണ്ടി വന്നു, തുടർന്ന് എന്തെല്ലാം മനോവ്യഥകൾ. ഇത് സർവം കാലകൃതം മന്യേ എന്ന് പറയുന്നതിന് പകരം കാലസ്വരൂപിയായ കൃഷ്ണനെ മുന്നിൽ കണ്ടിട്ട് സർവം കൃഷ്ണകൃതം മന്യേ എന്നൊറ്റേ പറഞ്ഞിരുന്നെങ്കിൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അത് കൂടുതൽ ഇരട്ടിക്കുമായിരുന്നു. എന്നാലോ പറയേണ്ടത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആരാണ് കാലസ്വരൂപിയായി ശോഭിക്കുന്നത്? ഈ കാര്യത്തിൽ സംശയിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മുടെ ശ്രീഗുരുവായൂരപ്പൻ തന്നെ എന്നാണ്. എങ്കിൽ ആ സന്ദർഭത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തുടർന്ന് അവിടെ പറഞ്ഞത് എന്നെടുത്തു പറയുന്നു. ഇന്ന് ഈയുള്ളവൻ്റെ ഭാഗ്യം അതെന്ത്, എല്ലാ സന്ദർഭത്തിലും ഈ ശ്രീകൃഷ്ണൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഇതാവട്ടെ വളരെ വലിയ ഭക്തിയുള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്നത്. തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം എർമേസൂം സജിത സാക്ഷാൽ കൃഷ്ണോ ദർശനമാഗത. വളരെയധികം ഭക്തിയുള്ളവരെ അന്വേഷിച്ച് അങ്ങട് ചെല്ലുന്ന കൃഷ്ണനാണ് ഇന്ന് എന്തെല്ലാം പോരായ്മകൾ ചെയ്തിട്ടുള്ള ഈ എൻ്റെ അടുത്തേക്ക്, ഈ ഭീഷ്മൻ്റെ അടുത്തേക്ക് ഇന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഒരു വലിയ കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തേ ശ്രീകൃഷ്ണൻ അന്ന് ആ നിലയ്ക്ക് ഹസ്തിനാപുരത്തിലേക്ക് പോവാതിരുന്നത്? കാരണം ഒരേ ഒരു കാരണം, അത് ഭീഷ്മപിതാമഹൻ്റെ ചിന്ത എന്നത് മാത്രമാണ്. ആചാര്യന്മാർ പറയും ഉത്തരായനം കാത്തുകടന്നു ഭീഷ്മപിതാമഹൻ എന്നത്. സൂര്യൻ്റെ തെക്കോട്ടും വടക്കോട്ടുമുള്ള ഗതിവിഗതികളെ അടിസ്ഥാനപ്പെടുത്തി ദക്ഷിണായനം എന്നും ഉത്തരായനം എന്നും നമ്മൾ ഉണ്ടാക്കി പറയുന്നു. എങ്കിൽ ഉത്തരായനം എന്നുള്ളതിന് മറ്റൊരു വലിയ അർത്ഥം കൂടി ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശ്രേഷ്ഠമായ ആശ്രയസ്ഥാനം അത് കാത്തുകടന്നു എന്ന് തന്നെയാണ്. അതേതാ ശ്രേഷ്ഠമായ ആശ്രയസ്ഥാനം? അതാണ് നമ്മുടെ ശ്രീഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന എല്ലാവരുടെയും ദുഃഖം മാറ്റുന്ന അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ ആശ്രയിക്കൽ. അതങ്ങനെ കാത്തുകടന്നു. അതേ സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകുന്നത്. അന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ വിശ്രമിക്കുന്ന ഇതേ ഭീഷ്മപിതാമൻ കേട്ടത്. അദ്ദേഹം ചിന്തിക്കുന്നു, എൻ്റെ അടുത്തേക്ക് വരാതെ കൃഷ്ണൻ ദ്വാരകയിലേക്ക് എങ്ങാനും പോയി എങ്കിൽ സ്വച്ഛന്ത മൃത്യുവാണല്ലോ ഞാൻ. എൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ഈ പഞ്ചഭൗതിക ശരീരം വേണ്ടാന്ന് വെക്കേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ശരശൈനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ചെയ്യും. ആ കൂട്ടത്തിൽ ഞാൻ ഇന്ന് പ്രചരിപ്പിക്കും അനേകം ആശയങ്ങൾ. എളുപ്പത്തിൽ പറഞ്ഞ ഗീതയിൽ ഇന്ന് കാണുന്ന അനേകം ശ്ലോകങ്ങൾ പരമകാരുണികനായ ശ്രീകൃഷ്ണൻ എന്ന ഗീതാചാര്യൻ പറഞ്ഞത് അല്ല. അതെന്ത്? അതിലേതാ ഞാൻ ആദ്യം പറയേണ്ടത്? ഭീഷ്മപിതാമഹൻ ആലോചിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നത് കൃഷ്ണൻ പറഞ്ഞതല്ല. അതെന്ത്? അങ്ങനെ ആയിരുന്നുവെങ്കിൽ കൃഷ്ണന് വേണ്ടി 160 വർഷം ജീവിച്ച ഈ എന്നെ വേണ്ടാന്ന് വെച്ച കൃഷ്ണൻ പൂവലുണ്ടാവുമോ? അതൊന്നും നോക്കട്ടെ. ഫലം എന്തുണ്ടായി? ഈ ചിന്തയാണ് ആ പരമകാരുണികനായ ശ്രീകൃഷ്ണനെ ആ പരമഭക്തൻ്റെ അടുത്തേക്ക് എത്ര വേഗത്തിൽ അടുപ്പിച്ചത്. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യേകത, അത് നമ്മുടെ ശ്രീഗുരുവായൂരപ്പനായാലും ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. അതെന്ത്? ഭഗവാന്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ സാധാരണക്കാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. അഹോ വിഭുംനശ്ചരിതം വിഡംബനം ശ്രീമദ് ഭാഗവതത്തിൽ പറയും. അതെന്ത്? ഭഗവാന്റെ ലീലാവിശേഷങ്ങൾ. ഇത് വലിയ ജ്ഞാനികൾക്കടക്കം മനസ്സിലാക്കാൻ സാധിക്കണില്ല എങ്കിൽ ബുദ്ധിയില്ലാത്ത ഈ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നല്ലതെന്ത്? ഗുരുവായൂരപ്പൻ എന്താണോ നമുക്ക് ഇങ്ങോട്ട് തരുന്നത് അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നതാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്യാട്ടോ. എന്താ എൻ്റെ അഭിപ്രായം പറയുമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ ഇവിടെയും ഈ പ്രത്യേകത തന്നെ ഉണ്ടായതെന്ത്? ഇന്ന് ഫലം ശ്രീകൃഷ്ണൻ അന്ന് യുധിഷ്ഠിരന് ഈ നിലയ്ക്ക് ചിന്തയിൽ ഒരു മോഹത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഭീഷ്മൻ പിതാമഹൻ എന്ന് പറയുന്ന ഭക്തനെ അനുഗ്രഹിക്കാൻ ഇങ്ങോട്ട് വന്നത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭീഷ്മപിതാമഹൻ പറഞ്ഞത്, ഇന്ന് എൻ്റെ ഭക്തിക്ക്, എനിക്ക് കൃഷ്ണനോട് തോന്നിയ ഈ പ്രേമഭാവത്തിന് ഭഗവാൻ നൽകിയ അംഗീകാരം എന്ത്? വലിയ സജ്ജനങ്ങളുടെ അടുത്തേക്ക് മാത്രം
മാത്രം പോകുന്ന കൃഷ്ണൻ. എന്നാൽ ഇന്നോ ഞാൻ ഇത്രയും ദിവസം കൃഷ്ണന് യുദ്ധം ചെയ്തു. ഈ ഭഗവാന്റെ എത്രയെത്ര ഭാഗങ്ങൾ വലിയ വലിയ വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ മുറിവേൽപ്പിച്ചു. അതെല്ലാം വിസ്മരിച്ച് ഇന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതേസമയം ഇന്ന് ഹേ യുധിഷ്ഠിര, നിങ്ങൾ നിങ്ങളോടൊപ്പം അങ്ങനെ സഞ്ചരിക്കുന്ന ഈ കൃഷ്ണനെ ഒരിക്കലും വേണ്ടതുപോലെ ഉൾക്കൊണ്ടു എന്ന തോന്നൽ എനിക്കില്ല. അതെന്ത്? നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചത്, യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദാദഥ സാരഥിം. എല്ലാവരും 5 പേര് ഒരുമിച്ച് പറയുന്നത് അവരുടെ അമ്മാമൻ്റെ മകനാണ് വാസുദേവ കൃഷ്ണൻ തന്നെ. എന്നാലോ ഈ ശ്രീകൃഷ്ണൻ പറയും, പിന്നെന്താ സംശയം, എൻ്റെ അച്ഛൻ്റെ പെങ്ങളല്ലേ കുന്തി, അവരുടെ മക്കളെ എന്നാവുമ്പോൾ യുധിഷ്ഠിരാദികൾ എന്നെ വിളിക്കേണ്ടത് അമ്മാമൻ്റെ മകൻ തന്നെ. അതേസമയം യുധിഷ്ഠിര, അങ്ങയെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരിലും എല്ലാമായി ശോഭിക്കുന്ന ഈ ശ്രീകൃഷ്ണൻ എത്ര അധികം കൈങ്കര്യം, ദാസ്യവൃത്തി നിങ്ങൾക്ക് അങ്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങയുടെ ദൂത് പറയാൻ പോയ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സെർവൻ്റ്, ഒരു ഫീമെയിൽ സെർവൻ്റ് എന്നല്ല, മെയിൽ സെർവൻ്റ്. നല്ല ഭാഷയിൽ പറഞ്ഞാൽ ബാല്യക്കാരെന്നൊക്കെ പറയും പണ്ട് കാലത്തല്ലേ, അങ്ങനെയുള്ള ഒരാളാണ്. അതേസമയം ഈ മുമ്പിലങ്ങനെ ശോഭിക്കുന്ന അർജുനെ നോക്കിക്കൊണ്ട് പറയണു, അങ്ങ് ഉണ്ണി അർജുന വളരെ രസകരമായിട്ട് പറയണു, പാർത്ഥൻ്റെ സാരഥിയാണ് കൃഷ്ണൻ എന്നത്. ഇങ്ങനെയുള്ള അനേകം അധിക കൃഷ്ണവാത്സല്യവും നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്തിയാവേശ്യമനോയസ്മിൻ വാചായെന്നാമകീർത്തയൻ ത്യജൻ കളേബരം യോഗി മുച്യത്തെ കാമകർമ്മഭി. ഭക്തിയാവേശ്യമനോയസ്മിൻ വാചായെന്നാമകീർത്തയൻ ത്യജൻ കളേബരം യോഗി. യോഗവര്യന്മാർ അവർ അനേകം പ്രവർത്തനങ്ങൾ ചെയ്താണ് ഈ കൃഷ്ണനെ മനസ്സിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഭഗവാൻ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃഷ്ണനോട് തോന്നുന്ന ഉപമിക്കാനാവാത്ത പ്രേമത്തെയാണ് ഇവിടെ അങ്ങനെ ഭക്തി എന്ന വാക്കുകൊണ്ട് സൂതപൗരാണികൻ പറയുന്നത്. ആ ഭക്തി കൃഷ്ണനോട് തോന്നിക്കഴിഞ്ഞാൽ, എളുപ്പം പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കാരണവും ഇല്ലാതെ ഈശ്വരനോട് തോന്നുന്ന പ്രേമത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. ലൗകികമായ ജീവിതത്തിൽ ഒരാളോട് പ്രേമം തോന്നിയാൽ ആ പ്രേമിക്കപ്പെട്ടവനെക്കുറിച്ച് ഒരു കാരണവും ഇല്ലാതെ ചിന്ത വരും. ഒരു കാരണവും ഇല്ലാതെ അവൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരു കാരണവും ഇല്ലാതെ അവൻ്റെ പേര് നമ്മൾ ഇടയ്ക്കിടെ പറയും. ഈ ഭാവത്തെയാണ് മനസ്സിനെ ജയിച്ച ആ യോഗ്യവേദ്യന്മാർക്ക് കൂടി കൃഷ്ണൻ അങ്ങനെ അനുവദിച്ചത്. അതുകൊണ്ട് വാചാ എന്നാമകീർത്തയൻ ത്യജൻ കളേബരം യോഗി. അങ്ങനെ എളുപ്പം പറഞ്ഞ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ ശ്രീഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ എല്ലായ്പ്പോഴും ഉച്ചരിച്ചുകൊണ്ട്, ഏത് യോഗിക്കാണോ ശരീരത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് അവർക്ക് കൃഷ്ണനിലേക്ക്, ഗുരുവായൂരപ്പനിലേക്ക് പ്രവേശനം കിട്ടുന്നു. ഇങ്ങനെ പ്രവേശനം അനുവദിക്കുന്ന ചൈതന്യമാണ് ഈ മുന്നിലങ്ങനെ ശോഭിക്കുന്ന കൃഷ്ണൻ. ആ കൃഷ്ണൻ ഇന്ന് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നു എങ്കിൽ എന്തുമാത്രം അധികം സൗഭാഗ്യം ഇന്നെനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ണി യുധിഷ്ഠിര, അങ്ങ് ചിന്തിക്കണു അങ്ങയോടാണ് കൃഷ്ണൻ അധികം പ്രേമം. അതിനേക്കാൾ പ്രേമം അർജുനൻ ചിന്തിക്കുന്നു എന്നോടാണ്. എങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളോട് ആരോട് കാണിച്ചതിനെക്കാട്ടിലും അധികം പ്രേമം ഇന്ന് ഈ ശരശൈലത്തിൽ വിശ്രമിക്കുന്ന ഈ ഭീഷ്മനോട് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒന്നുകൂടി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കട്ടെ,
അങ്ങനെ സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേബരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഹാസാരുണലോചലുല്ലസന്മുഖാംബുജോ ധ്യാനപഥശ്ചതുർഭുജ. എനിക്ക് മഹാപ്രഭോ അങ്ങയെ കൂടുതൽ 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 അനുഭവിക്കാൻ പാകത്തിന് ഒന്നുകൂടി എൻ്റെ പാദത്തോട് ചേർന്ന് നിന്നാൽ കൊള്ളാം. ആ സന്ദർഭത്തിൽ ധ്യാനപഥശ്ചതുർഭുജ, 4 കൈകളോടുകൂടി ശോഭിക്കുന്ന സാക്ഷാൽ നാരായണ ഭാവത്തിൽ അങ്ങ് ശോഭിച്ചാൽ കൊള്ളാം. അപ്പോഴാണ് ആ പ്രത്യേകത നാരദ മഹർഷി അടക്കമുള്ള സജ്ജനങ്ങൾ കാണാൻ സാധിച്ചത്. അതെന്തേ? ശ്രീകൃഷ്ണൻ ആ സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മപിതാമഹൻ്റെ പാദത്തോട് അധികം ചേർന്ന് നിൽക്കണം. എന്തേ? ശരശയനം എന്നാകുമ്പോൾ അദ്ദേഹത്തിന് കിടക്കുന്നതിന് നേരെ കൃത്യമായ ഭാഗത്തേക്ക് മാത്രമേ ദൃഷ്ടി സ്വീകരിപ്പിക്കാനാവുള്ളൂ എന്നുള്ളതിനാൽ ഭഗവാൻ ആ പരമഭക്തൻ്റെ ആഗ്രഹത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുമ്പോൾ അത് ഉൾക്കൊള്ളാനായത് അവിടെ ഉണ്ടായിരുന്ന ദേവഋഷി നാരദർക്ക് മാത്രം. അതെന്തേ? എല്ലാവരും ഈ ശ്രീകൃഷ്ണൻ്റെ പാദത്തോട് അങ്കിട് ചാരണം എന്നാഗ്രഹിക്കുമ്പോൾ ഇന്ന് ആ കൃഷ്ണനാണ് തൻ്റെ ഭക്തൻ്റെ പാദത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് തനിക്ക് അധികം സുഖമുണ്ടാക്കുന്നത് എന്ന് എല്ലാവരെയും മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചത് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക്, ഭീഷ്മപിതാമഹൻ്റെ ഭക്തിക്ക് അദ്ദേഹം നൽകിയ ഒന്നാം തരം അംഗീകാരമല്ലേ? ഫലം എന്തുണ്ടായി? അങ്ങനെ ആ സന്ദർഭത്തിൽ യുധിഷ്ഠിരൻ ആസന്ന മരണനാണ് ഈ തൻ്റെ പിതാമഹൻ എന്നറിഞ്ഞിട്ടും അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലെടുത്തു പറയണു, ദാനധർമാൻ, രാജധർമാൻ, മോക്ഷധർമാൻ, വിഭാഗശ, സ്ത്രീ ധർമാൻ, ഭഗവത് ധർമാൻ എന്നിങ്ങനെ അനേകം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാൻ എല്ലാ നിലയ്ക്കും, ദാനധർമ്മമായാലും സ്ത്രീധർമ്മമായാലും രാജധർമ്മമായാലും മോക്ഷധർമ്മമായാലും ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ വളരെ കരുത്തുള്ള കൃഷ്ണൻ മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ട് യുധിഷ്ഠിരൻ തൻ്റെ അടുത്ത് വന്ന് ചോദിക്കണു? ആ പൂർണ്ണമായ തിരിച്ചറിവ് സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മപിതാമഹനുണ്ട്. അതെന്തേ? തൻ്റെ വായിൽ നിന്ന് കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ യുധിഷ്ഠിരനെ കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിലേക്ക് ഈ ആശയങ്ങൾ കൂടുതൽ കൃത്യമായിട്ട് പ്രവേശിക്കൽ. ഇത് കൃഷ്ണൻ്റെ താല്പര്യമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴായാലും എന്ത് പറയുമ്പോഴായാലും ശ്രീ ഗുരുവായൂരപ്പന് ഈ പറയുന്നതിൽ പൂർണ്ണമായിട്ടൊരു അംഗീകാരം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ പ്രവർത്തനത്തിൽ ഒരു സന്തുഷ്ടി, ഒരു ആത്മസംതൃപ്തി സ്വീകരിക്കാൻ സാധിക്കൽ. ആ പൂർണ്ണമായ ആത്മസംതൃപ്തിയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മപിതാമഹനുണ്ടായത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഉണ്ണി യുധിഷ്ഠിര, ഇനി അങ്ങേക്ക് കൂടുതലൊന്നും എന്നിൽ നിന്ന് അറിയേണ്ടതില്ല എങ്കിൽ ഇനി എനിക്ക് എൻ്റെ കൃഷ്ണനോട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് കേൾക്കാൻ വളരെ ഉത്കണ്ഠയോടുകൂടി നിൽക്കുന്ന എത്ര സജ്ജനങ്ങൾ അവരുടെ നടുക്ക് വെച്ച് ഭീഷ്മപിതാമഹൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഈ ശ്രീകൃഷ്ണനിൽ സമർപ്പിച്ചതാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്ന ഭീഷ്മസ്തുതി. അതിലാദ്യത്തെ ശ്ലോകം പറയുന്നു, ഈദ്യമതിരൂപകൽപ്പിത വിതൃഷ്ണാ ഭഗവതി സാത്വത പുങ്കവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദ്വിഹർത്തും പ്രകൃതിമുപേയുഷിയൽ ഭവപ്രവാഹ. ഈദ്യമതിരൂപകൽപ്പിത വിതൃഷ്ണാ ഭഗവതി. ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം വാക്കുകൾ കൊണ്ടുവന്ന് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിതത്തിലെ ഓരോ സന്ദർഭത്തെയും ക്ലിപ്തപ്പെടുത്താനായതുകൊണ്ട് കൂടുതൽ പരിശുദ്ധിയുള്ള ഈയുള്ളവൻ്റെ ബുദ്ധി ഞാനിന്ന് അങ്ങയുടെ പാദത്തിൽ അങ്ങോട്ട് സമർപ്പിക്കട്ടെ. അവിടെ വിതൃഷ്ണ എന്ന വാക്ക് ആചാര്യന്മാർ എത്ര ആശയങ്ങൾ ചേർത്താണ് വ്യാഖ്യാനിച്ച് കേട്ടിട്ടുള്ളത്. ദേവവ്രതൻ എന്ന് പറയുന്ന ഈ ഭീഷ്മപിതാമഹൻ എന്തുമാത്രം വലിയ രാജകീയമായ സുഖസൗകര്യങ്ങളുടെ നടുക്കാണ് ആവിർഭവിച്ചത്. പക്ഷേ അദ്ദേഹം ഒരിക്കലും രാജാവായില്ല. എന്തിന്?
അന്നേ ശ്രീകൃഷ്ണൻ്റെ താല്പര്യത്തെ അനുസരിച്ച് ജീവിച്ചവനാണ് അദ്ദേഹം. തുടർന്ന് പാണ്ഡു ഉണ്ടാവുന്നതിന്, ധൃതരാഷ്ട്രനുണ്ടാവുന്നതിന് കാരണമായ ആ 3 സ്ത്രീരത്നങ്ങളെ അപഹരിച്ചത് ആരപഹരിച്ചു? സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മന് ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിന്? ശ്രീകൃഷ്ണൻ്റെ താല്പര്യം എന്തോ അതിനനുസരിച്ച്, ശ്രീഗുരുവായൂരപ്പൻ്റെ താല്പര്യം എന്തോ അതിനനുസരിച്ച് എന്ത് വേഷം കെട്ടുന്നതും തനിക്ക് പ്രയാസമില്ല എന്ന് കാണിച്ചവനാണ് ഈ സരസനത്ത് വിശ്രമിക്കുന്ന ഭീഷ്മപിതാമഹൻ. അദ്ദേഹം പറയുന്നു മാത്രമല്ല, എന്നതിന് ശേഷം ഇന്ന് കൃഷ്ണൻ പാണ്ഡവന്മാരുടെ പക്ഷത്ത് വന്നപ്പോൾ ഇതേ കൃഷ്ണൻ്റെ ആവശ്യത്തിനാണ് ഞാനിതാ കൗരവന്മാരുടെ സേനാ നായകൻ എന്ന നിലയ്ക്ക് അങ്ങയുടെ വിപരീതമായ ഭാഗത്ത് യുദ്ധം ചെയ്തതെന്ത്? അങ്ങയുടെ അവതാരത്തിൻ്റെ പ്രയോജനം അതാണല്ലോ. അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന ക്ഷത്രിയ രാജാക്കന്മാരുടെ വേഷത്തിൽ ആവിർഭവിച്ച അസുരന്മാരെ ഇല്ലാതെയാക്കൽ, അതിന് അങ്ങേക്ക് ഉപേക്ഷിക്കാനാവാത്ത ഒന്നാണ് മഹാഭാരത യുദ്ധം എന്നത്. അതിൽ ഞാൻ എൻ്റെ പങ്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഇതെല്ലാം തന്നെ ഇന്ന് ഞാൻ അങ്ങയുടെ പാദത്തിൽ അങ്ങോട്ട് സമർപ്പിക്കട്ടെ. ഫലം എന്തുണ്ടായി? നമുക്കൊന്നും ഒരിക്കലും പറയാനാവാത്തൊരു വാക്കാണ് ഭീഷ്മപിതാമഹൻ പറഞ്ഞത്, വിതൃഷ്ണ എന്നത്. ഒരിക്കലും ആഗ്രഹമില്ലാത്തത്. അതുകൊണ്ട് തന്നെ വളരെയധികം പരിശുദ്ധിയുള്ള ഈയുള്ളവൻ്റെ ബുദ്ധി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ? ആലോചിക്കണം. അതെന്ത്? നമ്മളൊക്കെ ഒരു വായ്പൻ്റെ അടുത്ത് എന്തൊന്നാ പറയുക അല്ലേ? എങ്കിൽ ഇതാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. നീ എന്തൊന്നാണ് ചിന്തിക്കേണ്ടത്, എന്തൊന്നാണ് നീ പറയേണ്ടത്, എന്തൊന്നാണ് നിൻ്റെ ഈ പ്രവർത്തനത്തിൽ ഉണ്ടാവേണ്ടത്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ശ്രീഗുരുവായൂരപ്പനുമായിട്ട് ഒരു വ്യാപാര ഉടമ്പടി ഒപ്പിടൽ അല്ല വേണ്ടത് എന്ന് തന്നെ വളരെ 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 രസകരമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭീഷ്മസ്തുതി ആരംഭിച്ചത്. നമ്മളെ കഥ ചെയ്യുന്നതല്ലേ, ഇന്ന ആഗ്രഹം ഉണ്ടായാൽ ഇന്നത് എന്ന് വഴിപാട് പ്രാർത്ഥിക്കും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഗുരുവായൂരപ്പൻ എങ്ങോട്ട് പറഞ്ഞാലോ എന്ത്, നൻ്റെ ഈ പാൽപ്പായസം ഒന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതല്ല വേണ്ടത്. എന്തൊന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അത് കാണിച്ചു തരുന്ന അത്ഭുതമായ സ്തുതി അതാണ് ഭീഷ്മപിതാമഹൻ്റേത്. എന്നാൽ ആ സന്ദർഭത്തിൽ ശ്രീകൃഷ്ണൻ എന്തുമാത്രം അധിക സുന്ദരനായിട്ടാണ് തൻ്റെ മുന്നിൽ ശോഭിക്കുന്നത് എന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുക. അതാണ് ത്രിഭുവന കമലം തമാലവർണം രവികര ഗൗരവരംബരം ദധാനേ വപുരലകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേന വദ്യ. ഭഗവാന്റെ അത്യന്തം സുന്ദരമായ ഭാവം, അദ്ദേഹം വളരെയധികം മനോഹരമായിട്ട് ശോഭിക്കുന്ന അത്യന്തം തിളങ്ങുന്ന പീതാംബരം ഉടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അത്യന്ത സുന്ദരമായ മുഖത്ത്, അതിലും വിശേഷിച്ച് അതിസുന്ദരമായ നെറ്റിത്തടത്തിൽ എത്രയെത്ര കുനുകുന്തളങ്ങൾ പലതും ഏറിയും കുറഞ്ഞും അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ അതിസുന്ദരനായി ശോഭിക്കുന്ന ഭഗവാൻ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ശോഭിക്കുന്ന പരമസുന്ദരനായ ഈ കൃഷ്ണനിൽ രതി എന്നുകൂടി വിശേഷിപ്പിക്കുന്ന ഭക്തിഭാവം എനിക്ക് ഉണ്ടാവണം. ഇതാണ് കൃഷ്ണനോട് തന്നെ പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ ഈ സ്തുതിയിൽ 9, 2, 11 ശ്ലോകമുള്ള ഈ സ്തുതിയിൽ എത്ര ശ്ലോകത്തിലാണ് രതി എന്ന പ്രാർത്ഥന ഈ പറയുന്ന സ്വച്ഛന്ത മൃത്യു പരമഭക്തൻ ഭീഷ്മപിതാമഹൻ ആവർത്തിക്കുന്നത്? എന്താണ് രതി എന്ന സംസ്കൃത പദം? ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുഖത്തെ സൂചിപ്പിക്കുന്നതാണത്. എങ്കിൽ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, ശ്രീകൃഷ്ണന് വേണ്ടി സംസാരിക്കുമ്പോഴാണ്, ശ്രീ ഗുരുവായൂരപ്പന് വേണ്ടി ജീവിക്കുമ്പോഴാണ് തനിക്ക് കൂടുതൽ കൂടുതൽ സുഖം ഉണ്ടാകുക എന്ന തിരിച്ചറിവുള്ള ഒരു ജീവന്, ഒരു ജീവാത്മാവിന് മാത്രമേ ഇത് പ്രാർത്ഥിക്കാനാവുള്ളൂ. ഇതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഒരേ ഒരാളെക്കുറിച്ച് മാത്രം ബുദ്ധിമാൻ എന്ന് പറയും, ഉദ്ധവോ ബുദ്ധിസത്തമ എന്നത്. അന്ന് ശ്രീകൃഷ്ണൻ്റെ പ്രതിപുരുഷനായിട്ട് വൃന്ദാവനത്തിലേക്ക് ഇതേ ഭഗവാന്റെ പ്രേരണയ്ക്ക് പോകുന്ന ഉദ്ധവനെ കുറിച്ചാണ് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞത്, ഉദ്ധവോ ബുദ്ധിസത്തമ. ആ ബുദ്ധിസത്തമൻ കാലാന്തരത്തിൽ ഈ കൃഷ്ണനോട് പ്രാർത്ഥിച്ചതും ഇതേ രതി എന്ന ഭക്തിഭാവത്തെ തന്നെയാണ്. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം
യഥാത്വചരണാംഭോജേ രതി സ്യാൽ അനപായിനി. അങ്ങ് കൃഷ്ണ ഇന്ന് എന്നോട് പറയണു, നീ എന്നെ ഇഷ്ടപ്പെടുന്നവനാണ് എങ്കിൽ, കൃഷ്ണന് വേണ്ടി ജീവിക്കുന്നവനാണ് എങ്കിൽ, സിയാൽ അനപായിനി, അതിനൊരിക്കലും ആപത്തുണ്ടാവരുത്. എന്താപത്തുണ്ടാവരുത്? നമ്മളെപ്പോലെ സകാമമായ രീതിയിൽ ആഗ്രഹത്തോടു കൂടിയുള്ള പ്രേമഭാവം ആണ് എങ്കിൽ, ഈ ആഗ്രഹ പൂർത്തീകരണം ഇല്ല എങ്കിൽ ഈ പ്രേമഭാവത്തിന്, ഈ ഭക്തിക്ക്, അതിൻ്റെ അളവിന് സ്വൽപ്പം കുറവുണ്ടാവുക സ്വാഭാവികം. എന്നാലോ ഒരു കാരണവുമില്ലാതെ കൃഷ്ണനാണ് ഇന്ന് ജീവിതത്തിൽ അധികം സുഖമുണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ് അങ്ങെനിക്ക് നൽകിയാൽ, സിയാൽ രതിസ്യാൽ അനപായിനി, അതേ പ്രാർത്ഥന ഇന്നിതാ ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യം കാണിക്കുന്നത് ഭീഷ്മപിതാമഹൻ എന്ന് പറയുന്ന അതികേമനായ ഭക്തൻ തന്നെയാണ്. തുറന്ന് അദ്ദേഹം പറയുന്നു, യുധിതുരഗരജോ വിധുമ്രവിശ്വക്കജലുതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാനത്വജ വിലസൽ കവചേസ്തു കൃഷ്ണ ആത്മാ. പാർത്ഥസാരഥിയായി ശോഭിക്കുന്ന ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് അർജുനൻ്റെ തേരോടിക്കുന്ന ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വലത് കയ്യിൽ കുതിരകളെ നിയന്ത്രിക്കുന്ന ചമ്മട്ടിയുണ്ട്. അനേകം കുതിരകൾ, അവയെ നിയന്ത്രിക്കുന്ന കുതിരകൾ കടിഞ്ഞാണുണ്ട്. അങ്ങനെ എത്ര സന്ദർഭത്തിലാണ് ഈ പാർത്ഥൻ്റെ സാരഥിയുടെ അതിസുന്ദരമായ ഭാവത്തെ, അത്യന്തം സംരക്ഷണ ഭാവത്തെ എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്നാൽ ഇത് പറയുമ്പോൾ അർജുനന് മുമ്പിലങ്ങനെ ശോഭിക്കുന്ന അർജുനന് തോന്നുന്നു, ഓ, എൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഭീഷ്മപിതാമഹൻ കൃഷ്ണനോട് ചേർത്ത് പറയുന്നത്. എന്ത്, ആർക്ക് വേണ്ടിയാ കൃഷ്ണൻ എന്തെല്ലാം ചെയ്തത്? അർജുനന് വേണ്ടിയിട്ടല്ലേ എന്ന ചിന്ത, അഭിമാനം നിറഞ്ഞ ചിന്ത ശ്രീ അർജുനൻ ഉണ്ടായപ്പോഴാണ് ഭീഷ്മപിതാമഹൻ പറയുന്നു, എങ്കിൽ ഉണ്ണി അർജുന, എങ്കിൽ അതും എനിക്ക് പറയാതെ വയ്യ. അതെന്ത്? യുദ്ധം തുടങ്ങിയെന്ന ആദ്യത്തെ മണിക്കൂറിൽ അർജുനൻ്റെ തേരാളിയായിട്ട് ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായി വേഷം കെട്ടിയപ്പോൾ അർജുനൻ തൻ്റെ തേരാളിയായ ഗുരുവായൂരപ്പനോട് പറയണു, ആരൊക്കെയാണ് യുദ്ധത്തിന് തയ്യാറായി വന്നത് എന്നൊന്ന് എനിക്ക് കാണിച്ചു തരൂ. ശ്രീകൃഷ്ണനോ ഒരു പ്രയാസമില്ലാതെ അർജുനനെ തേരെ കൊണ്ടുവന്ന് കൗരവന്മാരുടെയും അതുപോലെ തന്നെ പാണ്ഡവന്മാരെയും നടുക്കങ്ങെത്തിക്കണം. ഇന്നിപ്പോൾ നമുക്ക് തേര് കണ്ടിട്ട് വലിയ അനുഭവമില്ല. തേര് തെളിക്കുന്നവൻ എന്നർത്ഥത്തിൽ തേരാളി എന്ന് പറയുമ്പോഴും വലിയൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. മറിച്ച് ഇന്ന് നമുക്കറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ അർജുനൻ്റെ ഡ്രൈവറായി കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? അതാണ് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ അന്ന് അർജുനൻ അങ്കിട് കൊടുത്ത പ്രേമത്തിൻ്റെ ഭാവമെങ്കിൽ ആ സംരക്ഷണ ഭാവം എന്തുമാത്രം വലുതാണില്ലേ. അത് അനുഭവിച്ച അർജുനനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, അന്ന് ഉണ്ണി എന്തെല്ലാം മോശങ്ങളായ ചിന്തയ്ക്ക് അടിമപ്പെട്ടു പോയവനായി നിൽക്കുന്ന അർജുനൻ. അന്ന് അർജുനൻ്റെ മുന്നിൽ, അർജുനൻ്റെ തേര് തെളിച്ചുകൊണ്ട് മുന്നിൽ വന്ന് മുമ്പിൽ അങ്ങനെ ശോഭിക്കുന്ന ഭീഷ്മപിതാമഹനെ കാണിച്ചു കൊടുത്തന്നെ പറഞ്ഞത്. അതെന്ത്? ഇന്ന് സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയം രഥം നിവേശ്യ സ്ഥിതവതി പരസൈന്യകായുരക്ഷ്ണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. അർജുന, ആ നിൽക്കുന്ന ആളാണ് കൗരവന്മാരെ സേനാനായകൻ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് പറയുന്ന നിങ്ങളെല്ലാവരുടെയും ഭീഷ്മപിതാമഹൻ, സ്വച്ഛന്ത മൃത്യു എന്നറിയപ്പെടുന്നവൻ. അതുമാത്രമല്ല, പിന്നെന്ത്, പരശുരാമനെ പോലും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് വിജയം ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിയവനാണ് കൗരവന്മാരുടെ സേനാനായകൻ. അതങ്ങ് ഓർക്കന്നെ വേണം. ഫലം എന്തുണ്ടായി? ഇങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ മഹാപ്രഭോ, എനിക്ക് അപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കാനായത്. അതെന്ത്? ഈ വലത് കണ്ണുകളെ കൊണ്ട് നോക്കുന്ന ശ്രീകൃഷ്ണൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഭീഷ്മപിതാമഹൻ്റെ എന്തെല്ലാം കഴിവുകളുണ്ടോ, എളുപ്പം പറഞ്ഞാൽ എല്ലാവരെയും തോൽപ്പിക്കുന്ന യുദ്ധ പാടവം, എല്ലാവരെയും തോൽപ്പിക്കാനുള്ള വിജയ തൃഷ്ണ, എല്ലാവർക്കും മുന്നിൽ
താൻ കേമനാണ് എന്ന രീതിയിൽ സംരക്ഷിക്കുന്ന സേനാ നായകൻ്റെ യുദ്ധ സാമർഥ്യം, ഇങ്ങനെയുള്ള അനേകം ഗുണങ്ങൾ വലത് കണ്ണുകളെ കൊണ്ടങ്ങോട്ട് ഒഴിഞ്ഞെടുത്ത് കണ്ടില്ലേ അർജുന എന്ന നിലയ്ക്ക് രഥത്തിന് മഞ്ഞിരിക്കുന്ന അർജുനെ നോക്കുന്നു. ഫലം എന്തുണ്ടായി? അക്ഷ്ണാഹൃതവതി. അതോടുകൂടി ഭീഷ്മനിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഇതാ അർജുനന് സ്വീകരിക്കാനായിട്ടുണ്ട്. തുറന്ന് ദ്രോണാചാര്യനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അർജുന, ഇന്ന് അങ്ങ് ഈ പറയുന്ന ഗാണ്ഡീവി എന്നറിയപ്പെടാൻ ഇടയായത് ആ മുമ്പിൽ നിൽക്കുന്ന ദ്രോണാചാര്യൻ്റെ വാത്സല്യം ഒന്നുകൊണ്ട് മാത്രം. അതങ്ങനെ പറയുമ്പോൾ എന്തുണ്ടായി? ആ ദ്രോണാചാര്യൻ്റെ യുദ്ധ പാടവത്തെ മുഴുവനായിട്ടും സ്വീകരിച്ച് ഇന്ന് അർജുനൻ നിക്ഷേപിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഫലം എന്തുണ്ടായി? ഇങ്ങനെ അനേകം ആൾക്കാരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ ശ്രീകൃഷ്ണൻ കൃത്യമായിട്ട് തന്നെ ഇവരിൽ നിന്ന് എല്ലാവരെയും ജയിക്കാനുള്ള ഓരോ ഗുണങ്ങൾ എടുത്ത് അർജുനനിൽ നിക്ഷേപിക്കുന്ന കൂട്ടത്തിൽ ഇതേ അർജുനനിൽ മറ്റൊരു ചിന്തയുടെ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അതെന്തുണ്ടായി? അതാണ് ഇവിടെ പറയുക. വ്യവഹിതപൃതരാമുഖം നിരീക്ഷ സ്വജനവധാദ്വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതി മഹരദാത്മവിദ്യയായശ്ചരണരതി പരമസ്യ തസ്യ മേസ്തു. ഇങ്ങനെ ഈ ഭീഷ്മപിതാമഹനെ, അതുപോലെ തന്നെ തനിക്ക് ധനുർവിദ്യാരഹസ്യങ്ങൾ പകർന്നു തന്ന ഈ ദ്രോണാചാര്യനെ, ഇങ്ങനെയുള്ള എത്ര എൻ്റെ ജനങ്ങളെ എങ്ങനെ തനിക്ക് വധിക്കാൻ സാധിക്കും? ഈ പറഞ്ഞ ചിന്തയിലെ പരിമിതി അന്ന് ഇതേ കൃഷ്ണനാണ് അർജുനൽ ഉണ്ടാക്കിയത്. ഫലം എന്തുണ്ടായി? തുറന്ന് അങ്ങ് ഗീതാചാര്യനെ ശോഭിച്ചു. അവിടെ അങ്ങ് ഭീഷ്മപിതാമഹൻ പറയുന്നു, അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുത്തു ആരെ വധിക്കുന്നു അർജുന. അതങ്ങ് മനസ്സിലാക്കണം. ഇന്ന് ഈ ശരീരം മാത്രമാണ് വീണു പോകുന്നത്. ഇതിന് എല്ലാ നിലയ്ക്കും പ്രവർത്തനത്തിന് ഊർജമായി ശോഭിക്കുന്ന ജീവാത്മാവിന് ഈ നിലയ്ക്കുള്ള ജനന മരണ പരിമിതിയില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത സന്ദർഭത്തിൽ എത്ര വേഗത്തിലാണ് അന്ന് അർജുനൻ വിജയനായി മാറിയത് ഇല്ലേ? എങ്കിൽ ഇവിടെയും അദ്ദേഹം പറയുന്നു, രതി എന്ന് വിശേഷിപ്പിക്കുന്ന ഭക്തിഭാവം ഇന്ന് എനിക്കുണ്ടാവണം എന്ത് ഒരേ സമയം അർജുനന് വേണ്ടി മുമ്പിൽ നിരന്നു നിൽക്കുന്ന എത്ര യുദ്ധവീരന്മാർ ആയുസ്സും പരാക്രമവും കൃഷ്ണൻ ഇന്ന് അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ കൃഷ്ണനിൽ രതി എന്ന് പറയുന്ന ഭക്തിഭാവം ഉണ്ടാവണം. അതേ കൃഷ്ണൻ ഇന്ന് ഗീതാചാര്യൻ ശോഭിക്കണു. എന്തൊന്നാ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ് നമ്മൾ പറയേണ്ടത്, ആർക്ക് വേണ്ടിയാ പ്രവർത്തിക്കേണ്ടത്, അത് ഗീതാചാര്യൻ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ കൃഷ്ണനിൽ ഇന്ന് രതി എന്നുകൂടി വിശേഷിപ്പിക്കുന്ന ഭക്തിഭാവം എനിക്ക് ഉണ്ടാവുക തന്നെ വേണം. ഇതാണ് ഭീഷ്മ പിതാമഹൻ്റെ സ്തുതിയുടെ പ്രത്യേകത. അതെന്ത്? ശ്രീകൃഷ്ണ പരമാത്മാവ് ജീവാത്മാക്കളായ നമ്മളോട് എന്തെല്ലാം വേഷം കെട്ടണം എന്ന് കൽപ്പിച്ചാണോ എങ്കിൽ പറഞ്ഞു വിട്ടത്, അതിൽ നിന്ന് ഒരാൾക്കും ഇന്നേ വരെ രക്ഷപ്പെടാൻ ആകില്ല എന്നത് വളരെ സുന്ദരമായ പദങ്ങളിലൂടെ അർജുനനെ അദ്ദേഹം വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത്? വ്യത്യസ്തമായ ജീവിത സന്ദർഭങ്ങളിൽ നമ്മൾ ജീവിക്കുന്നു. അതേസമയം ശ്രീ ഗുരുവായൂരപ്പനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടുമ്പോഴാണ് എല്ലാം മറന്ന് അധികം സുഖിക്കുന്നത്. ഇത് തീരുമാനിക്കാൻ സാധിച്ചാൽ നമുക്ക് ഭഗവാൻ ഇന്ന് നൽകിയ ഈ ജീവിതം കൂടുതൽ സുഖമുള്ളത് എന്നത് ആദ്യം അനുഭവാവന്നെ ചെയ്യും. വീണ്ടും ഈ ചിന്ത മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ന് ഈ പറഞ്ഞ ഭീഷ്മപിതാമഹൻ അടുത്ത് പറയാൻ പോകുന്ന ആശയത്തിലേക്ക് നമുക്കും നമ്മുടെ ചിന്ത ഉയർത്താനാകുക. ഇന്ന് ഭീഷ്മപിതാമഹൻ പറയുന്നു, അന്ന് യുദ്ധം ആസന്നമായ സന്ദർഭത്തിൽ ശ്രീകൃഷ്ണൻ കൗരപക്ഷത്തിലേക്ക് വന്നപ്പോൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്,
ഞാൻ ആയുധം കൈകൊണ്ട് തൊടലുണ്ടാവില്ല എന്നത്. ആ പ്രതിജ്ഞ കേട്ടപ്പോൾ ദുര്യോധൻ ഓടിച്ചെന്ന് ഇതേ ഭീഷ്മപിതാമഹനോട് പറയണു, ഒരിക്കലും പരിഭ്രമിക്കേണ്ട കാര്യമില്ല തന്തെ, ജയം നമുക്കാ. എന്താ കാരണം? എത്ര 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 യുദ്ധം ചെയ്ത് എല്ലാവരെയും തോൽപ്പിച്ചു കൃഷ്ണനില്ലേ? ആ കൃഷ്ണൻ നിന്ന് പാണ്ഡവന്മാർക്കൊപ്പം ഉണ്ടായിരുന്നേ ഉള്ളൂ. അദ്ദേഹം ആയുധം കൈകൊണ്ട് തൊഴിലാ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെയാണ്, സംശയമില്ല, ജയം. അത് കേട്ടപ്പോൾ ഈ ദുര്യോധനൻ നോക്കിക്കൊണ്ട് നിൽക്കെ ഭീഷ്മപിതാമഹൻ്റെ പ്രതിജ്ഞ, എങ്കിൽ ഞാനിതാ ദേവവ്രതൻ ഗാംഗേയൻ പ്രതിജ്ഞ ചെയ്യണു, കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും, സത്യം സത്യം എന്നത്. ഇന്നത്തെ കാലം മുതൽ അന്നത്തെ കാലം വരെ ചാരന്മാർ2 ഭാഗത്തുണ്ട്. അവിടെ ചെന്ന കാര്യം ഇങ്ങോട്ട് പറഞ്ഞു. ശ്രീകൃഷ്ണൻ എഴുന്നേറ്റുന്നുകൊണ്ട് പറയണു, ഞാൻ ഇന്ന് വാസുദേവകൃഷ്ണനാണ് എങ്കിൽ ഏത് ദേവവ്രതൻ എൻ്റെ മുന്നിൽ വന്ന് പ്രതിജ്ഞ ചെയ്താലും ഞാൻ ആയുധം കൈകൊണ്ട് തുറലുണ്ടാവില്ല, സത്യം സത്യം സത്യം. അവർ 2 തവണ സത്യം, ഇവിടെ 3 തവണ സത്യം. അതങ്ങനെ പുരോഗമിച്ചു കേട്ടോ. ഫലം എന്തുണ്ടായി? അന്ന് യുദ്ധം മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ആദ്യത്തെ ദിവസം പലപ്പോഴും ഭീഷ്മപിതാമഹൻ്റെ മുന്നിലൂടെ ഈ അർജുനൻ്റെ തേര് തെളിച്ചു വരുന്ന കൃഷ്ണൻ ആ സന്ദർഭത്തിൽ കുതിരകളെ നിയന്ത്രിക്കാനുള്ള ആ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് വലത് കൈയിലുള്ള ചമ്മട്ടി ഒന്നങ്ങനെ ആകാശത്ത് ഒലയ്ക്കും. ഠയെന്നൊരു ശബ്ദം അങ്ങനെ ഉണ്ടാവും. ഭീഷ്മപിതാമഹൻ്റെ ശ്രദ്ധ ഇങ്ങടൊന്ന് സ്വീകരിപ്പിക്കൽ ഒന്നങ്ങനെ നോക്കും. എന്നാലോ ഭീഷ്മപിതാമഹൻ നോക്കി എന്നാണെങ്കിൽ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വലത് കൈ മുന്നിച്ചു അതിനെ ഇളക്കി കാണിക്കുമെന്ത്, ഇതായുധല്ല, പിന്നെന്ത്, ഇത് കുതിരകളെ നിയന്ത്രിക്കാനുള്ള വെറും ചമ്മട്ടി, അതൊന്ന് ഓർമ്മയിരിക്കട്ടെ എന്ന് തന്നെ. അങ്ങനെ 2-3 ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഭീഷ്മപിതാമഹൻ ചിന്തിക്കണം, അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ ഒന്ന് ആക്രമിച്ചാൽ എന്തുണ്ടാവും? അടുത്ത ദിവസം അർജുനൻ്റെ തേര് തെളിച്ചു വന്ന കൃഷ്ണൻ അർജുനൻ്റെ തേരാളിയാണ് എന്ന ആ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി ധർമ്മയുദ്ധം എന്ന നിലയ്ക്ക് തന്നെയാണ് ആ തേരാളിയെ, ഈ കൃഷ്ണനെ, പാർത്ഥൻ്റെ സാരഥിയെ ആക്രമിച്ചത് ഭീഷ്മപിതാമഹൻ. ഒരു കാര്യം ഉറപ്പായി അന്ന് ശ്രീകൃഷ്ണൻ, എന്ത്, പരശുരാമനെ തോൽപ്പിച്ച അതേ ഭീഷ്മനെ തന്നെയാണ് ഇന്നിപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. ഭീഷ്മപിതാമഹൻ്റെ വില്ലിൽ നിന്ന് മഴത്തുള്ളി എന്ന നിലയ്ക്കാണ് അത്രയാർന്ന അസ്ത്രങ്ങൾ പുറത്തേക്ക് വന്നത്. തിരിഞ്ഞു നോക്കിയ കൃഷ്ണൻ കാണുന്നത് എപ്പോൾ വേണമെങ്കിൽ തേർത്തടത്തിൽ വീണുപോകും എന്ന നിലയ്ക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞ തൻ്റെ അർജുനനെ. അദ്ദേഹത്തിന് തോന്നി, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഫലം എന്തുണ്ടായി? അദ്ദേഹം പറയണു, ഇന്നിതാ സ്വനിഗമപഹായമൽ പ്രതിജ്ഞാം രഥമധികർത്തുമവപ്ലുതോരഥസ്ഥ ധൃതരഥചരണോഭ്യയാച്ചലൽ ഗുരുഹരിവഹന്തുമിഭം ഗതോത്തരീയ. ആ 4 കുതിരകളുടെയും കടിഞ്ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ച് അതിന് മുകളിൽ കൂടെ ശ്രീകൃഷ്ണൻ ചാടി ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം എല്ലാവരും കൽക്കച്ചല പറയുന്നുണ്ട്, ഈ കാരൻ അവരുടെ കയ്യൂക്ക് കുറയ്ക്കാമോ എന്ന് ഈ കൃഷ്ണനൊന്ന് നോക്കട്ടെ. അത് പറഞ്ഞ് ഓടി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ സുദർശന ചക്രം ശോഭിക്കണം. അത് കണ്ട് പിന്നാലെ ഓടി വന്നു അർജുനൻ. അദ്ദേഹം പറഞ്ഞു, മഹാപ്രഭു, അങ്ങ് നിയമം തെറ്റിച്ചിട്ടുണ്ട്, പ്രതിജ്ഞ അങ്ങ് തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അങ്ങ് ആയുധം എടുത്തിട്ടുണ്ട്, അത് ഉപേക്ഷിക്കൂ എന്ന് തന്നെയാണ്. ഫലം എന്തുണ്ടായി? കൗരവപക്ഷം എന്നോ അഥവാ പാണ്ഡവപക്ഷം എന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ കൂക്കി വിളിച്ചുകൊണ്ട് പറയണു, ഇതാ കൃഷ്ണൻ അദ്ദേഹം ചെയ്ത പ്രതിജ്ഞ തെറ്റിച്ചു എന്നത്. ഫലം എന്തുണ്ടായി? പിന്നാലെ വന്ന് അർജുനൻ പിടിച്ചപ്പോൾ ഒന്നങ്ങോട്ട് കുടയൽ. അർജുനൻ തൊട്ട് അങ്ങേപ്പുറത്ത് പോയി മൂക്കുകുത്തി വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് മാത്രം അവിടെ ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഓടി വരുന്ന സന്ദർഭത്തിൽ ശ്രീകൃഷ്ണൻ്റെ അത്യന്തം സുന്ദരമായി ശോഭിക്കുന്ന ആ ഉത്തരീയം അതങ്ങനെ കാറ്റിൽ പറന്നു പോയതുപോലും അന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വളരെ വേഗത്തിൽ വരുന്ന കൃഷ്ണൻ അത് കണ്ടു കഴിഞ്ഞ സന്ദർഭത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ്, അതുപോലെ തന്നെ വില്ല് എല്ലാം താഴത്തേക്ക് വെച്ച് തൊഴുകയുമായിട്ട് നിൽക്കുന്ന ഭീഷ്മപിതാമഹൻ അങ്ങനെ പാഞ്ഞെടുത്ത് വരുന്ന കൃഷ്ണൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കണ്ടതെന്തേ? തൻ്റെ ഏറ്റവും വലിയ ശത്രു, ആ കാടങ്ങനെ കുലുക്കി സഞ്ചരിക്കുന്ന ആ ഒറ്റയാനെ കാണുമ്പോൾ ആ സിംഹത്തിൻ്റെ കണ്ണിൽ എന്തുമാത്രം വലിയ പരാക്രമം ആണോ കാണുന്നത്,
അതേ പരാക്രമമാണ് അന്ന് ഈ താമരക്കണ്ണൻ്റെ കണ്ണിൽ എനിക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ആ സന്ദർഭത്തിലോ 2 കൈകളും അഞ്ജലിബദ്ധമാക്കി വെച്ച് ഭീഷ്മപിതാമഹൻ പ്രാർത്ഥിക്കണു, വാസുദേവ ജയിക്ക എന്നുള്ളതും. വാസുദേവ, ശ്രീഗുരുവായൂരപ്പ, അങ്ങ് ജയിച്ചാലും. അതെപ്പോഴാണോ ഭീഷ്മപിതാമഹൻ അങ്ങനെ പറഞ്ഞത്, തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുദർശന ചക്രം അത് ശ്രീകൃഷ്ണനാവട്ടെ ഭൂമിയിലേക്ക് അങ്ങനെ വലിച്ചെറിയണു. അർജുനൻ വന്ന് പ്രതിജ്ഞ സന്ദർഭത്തിൽ അത് അംഗീകരിച്ചു. തലയും താഴ്ത്തിയിട്ട് തന്നെയാണ് ഒരു 10 മീറ്റർ മുന്നോട്ടൊക്കെ നടന്നത്. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കല എന്ന് തന്നെയാണ്. അന്ന് ഭക്തോത്തമനായ ഭീഷ്മപിതാമഹൻ്റെ 2 കണ്ണിൽ നിന്നും എത്ര ദൃഢമായിട്ടാണ് കണ്ണുനീർ വരുന്നത്. അതെന്ത്? ഇന്ന് ശ്രീകൃഷ്ണൻ ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തതെന്ത്? കൃഷ്ണൻ്റെ വാക്ക്, ശ്രീ ഗുരുവായൂരപ്പൻ്റെ വാക്ക് ഒരുപക്ഷെ മാറ്റിവെക്കേണ്ടി വന്നു എന്ന് വരാം. അതേസമയം കൃഷ്ണന് വേണ്ടി ജീവിച്ചവൻ പറയുന്ന ഏതു വാക്കും എല്ലാ കാലത്തും സത്യമാക്കുന്നത് കൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രതിജ്ഞയാണ് എന്ന് തന്നെയാണ്. ഇതുകൊണ്ട് ഉണ്ണി അർജുന, ഇപ്പം അങ്ങേക്കൊരു കാര്യം ഉറപ്പായില്ലേ? എന്തേ? പാർത്ഥസാരഥിയായി ശോഭിച്ച കൃഷ്ണൻ ആർക്ക് വേണ്ടിയാണ് അധികം വാത്സല്യം കാണിച്ചത്? ഇത്രയും പറയുമ്പോഴാണ് മറ്റൊരു പ്രത്യേകതയും കൂടി എടുത്തു പറയുന്നു. അതെന്ത്? ഇന്ന് ആ നിലയ്ക്ക് ശ്രീകൃഷ്ണൻ പെരുമാറിയപ്പോൾ എന്തെല്ലാം പ്രത്യേകത. അതാണ് ശിതവിശ്യഗഹതോ വിശീർണദം ശക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വഥാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ വിജയരഥ കുടുംബ അത്തതോത്രേ ധൃതഹൈരശ്മിനി തശ്രിയക്ഷണീയേ ഭഗവതി രതി അസ്തു മേ മുമൂർഷോര്യമിഹ നിരീക്ഷ്യ ഹതാഗതാസ്വരൂപം. അർജുനൻ ഇന്ന് രഥത്തിൽ കയറി യുദ്ധം ചെയ്തപ്പോൾ ആ രഥം നയിക്കുന്നവനായിട്ട് ശ്രീകൃഷ്ണൻ വന്നപ്പോഴാണ് ഇവരെ ഭീഷ്മപിതാമഹൻ പറയുന്നത് വിജയരഥ കുടുംബ അത്തതോത്രേ. അർജുനൻ്റെ രഥം എന്നവരറിയപ്പെടുന്ന ആ കുടുംബത്തിൻ്റെ നായകനായിട്ട് ഈ ശ്രീകൃഷ്ണൻ വന്നപ്പോൾ എന്തുണ്ടായി? ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ എന്തെല്ലാം ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ അടക്കം ചെയ്യേണ്ടി വരുമില്ലേ? അതും ഇന്നതാ ഈ കൃഷ്ണൻ ഇന്ന് എൻ്റെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്താ ചെയ്യാൻ പാടാത്തത്? നമ്മൾ മനസ്സിലാക്കിയത് നേരെ വിപരീതം. അതെന്ത്? എന്തൊന്നാണോ കൃഷ്ണൻ പറഞ്ഞത് അത് നടപ്പിലാക്കാൻ ശ്രമിക്കലാണ് ഗൃഹസ്ഥൻ്റെ ഏറ്റവും വലിയ ധർമ്മം. ശ്രീകൃഷ്ണൻ എന്തൊന്നാണോ പറഞ്ഞത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. അതല്ലാതെ ഭഗവാന്റെ പ്രവർത്തനങ്ങളെ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. എന്താ കാരണം? ഭാഗവതത്തിൽ പറയും, ഈശ്വരാണം വചസത്യം തഥൈവാചരിതം കുചിൽ. ശ്രീകൃഷ്ണൻ്റെ വാക്കുകളാണ് സത്യമായത്. ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ എല്ലാ വാക്കും 100% ശരി. ഇതേ കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞ ഉപദേശം ഉണ്ട് ഭാഗവതത്തിൽ, വളരെ വലിയത്. കൃഷ്ണൻ്റെ ലോകത്തേക്ക് എത്തിപ്പെടണമെന്ന് ആർക്കെല്ലാം വലിയ പ്രേമം നിറഞ്ഞ ചിന്തയുണ്ടോ അവർക്ക് ഇനി മറ്റൊരാളെ ആശ്രയിക്കാതെ പരമകാരുണികനായ കൃഷ്ണൻ്റെ ചിന്ത സ്വീകരിച്ചു കഴിഞ്ഞാൽ എത്തിപ്പെടാം. ആ കൃഷ്ണൻ്റെ വാക്ക്, ഏകാദശത്തിൽ കാണുന്ന ഭഗവാന്റെ ഉപദേശങ്ങൾ, അത് ഇതേ പറഞ്ഞ പോലെ തന്നെ 100% ശരി. തഥൈവാചരിതം കുചിൽ. അതൊരിക്കലും ഭഗവാന്റെ പ്രവർത്തനങ്ങളെ ആചരിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ അർഹതയില്ല. ഭാഗവതത്തിൽ പറയുന്നൊരു വിദഗ്ധമായ ഒരു ഉദാഹരണമുണ്ട്. അതിവിദഗ്ധമായ ഉദാഹരണം എന്താണ്? യഥാ രുദ്രോബധിജം വിഷം. മഹാദേവൻ അന്ന് വിഷം പാനം ചെയ്തു. അദ്ദേഹത്തിന് അതുവഴി നീലകണ്ഠൻ എന്നൊരു പേരുണ്ടായി. ഇന്നിപ്പോൾ എൻ്റെ പേര് മഹാദേവനാണ് എന്നും പറഞ്ഞ് ഞാൻ വിഷം കുടിച്ചാൽ എന്തുണ്ടാവും? അതന്നെ ഉണ്ടാവുള്ളൂ. അതെന്ത്? അടുത്ത ദിവസം പേപ്പറിൽ ആ കോളത്തിൽ എൻ്റെ ചിത്രം വരുന്ന തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ വാക്കുകൾ അതാണ് എല്ലാ സന്ദർഭത്തിലും വളരെ സ്വീകാര്യമായത്, അതാണ് സത്യമായത്. അത് സത്യനാരായണൻ പ്രകടിപ്പിച്ച അത്യത്ഭുതങ്ങളായ സന്ദർഭങ്ങൾ. എന്താ ഏറ്റവും വലിയ അത്യത്ഭുതമായത്? അത് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
ആ യുദ്ധത്തിൽ എത്ര 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 ജീവാത്മാക്കളാണോ കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ ആ പഞ്ചഭൗതിക ശരീരം ഉപേക്ഷിച്ചത്, പരമകാരുണികനായ കൃഷ്ണൻ അവരെ മുഴുവൻ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് അന്ന് കാണാൻ ഈ ഭീഷ്മനെ അങ്ങ് കൃത്യമായിട്ട് സാക്ഷിയാക്കി വെച്ചില്ലേ? അതുകൊണ്ട് ആരോടാണ് അങ്ങേക്ക് അധികം 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 ഇന്ന് പ്രേമഭാവമുള്ളത്? ഇത് ഓരോന്ന് കേൾക്കുമ്പോഴും യുധിഷ്ഠിരൻ്റെ കാര്യം മറപ്പായി. എന്തേ? കൃഷ്ണൻ എന്തൊന്നാണോ പറഞ്ഞത് അതിനനുസരിച്ച് ചിന്തിക്കാൻ സാധിക്കലെന്നാണ് വേണ്ടത്. ഇത് അത്ഭുതമായത്. അതെന്തേ? സനാതന ധർമ്മശാസ്ത്രമനുസരിച്ച് പറഞ്ഞാൽ ജീവാത്മാക്കളായ നമുക്ക് അനേകം അനേകം കർമ്മവാസന എന്ന് പറഞ്ഞാൽ എളുപ്പം പറഞ്ഞാൽ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അതിന് പറ്റിയൊരു അന്തരീക്ഷം വന്നാൽ നമ്മൾ എന്തിന്ന് പുറത്തേക്ക് വരും. അത് മേൽവിലാസം മാറലൊന്നുമില്ല. മേൽവിലാസം മാറാതെ വരുന്നു വെച്ചാൽ നമുക്ക് ഈ ശരീരത്തിൻ്റെ മേൽവിലാസം എന്ന് മാറുള്ളൂ. ഇന്നിപ്പോൾ ശരീരത്തിന് മേൽവിലാസം ഉണ്ട്. ഇന്നാളുടെ മകൻ, ഇന്നാളുടെ ഭർത്താവ്, ഇന്നാളുടെ ഭാര്യ, ഇന്ന പേരിൻ്റെ ഒപ്പം ചില വാലൊക്കെ കാണില്ലേ? അതൊക്കെ ഈ ശരീരത്തിൻ്റെ മാത്രം മേൽവിലാസം മാറാതെ വരുന്ന ഒന്നുണ്ട്. അതാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത്. ശ്രീഗുരുവായൂരപ്പനതിന് ഏത് കോടാ കൊടുത്തതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അതിന് ഈ പറയുന്ന ജീവാത്മാവിന് ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അതിന് പറ്റുന്നൊരന്തരീക്ഷം വന്നാൽ അത് ചെയ്യാതെ വയ്യ എന്നൊരു ഭാവം ഭഗവാനായിട്ടുണ്ടാക്കുന്നുണ്ട്. ഈ പറയുന്ന കർമ്മഭാവം എന്നത്, കർമ്മവാസന ഭേദിക്കാൻ സാധിക്കുന്നവനാണ് പരമാത്മ ചൈതന്യത്തിൽ കൃഷ്ണനിൽ പ്രവേശനം കിട്ടുള്ളൂ. ഈ നിയമത്തെയാണ് പരമകാരുണികനായ കൃഷ്ണൻ എന്ന് വേണ്ടാന്ന് വെച്ചത് എങ്കിൽ എന്തുമാത്രം വലിയ കാരുണ്യം ഉണ്ടായിട്ടുണ്ട്. ഇതാവട്ടെ കാലൽപ്പട എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, അവിടെ അങ്ങനെ അനേകം അനേകം മൃഗങ്ങൾ, ഉദാഹരണം പറഞ്ഞ ആനകളുണ്ട്, അതേപോലെ എത്ര കുതിരകളുണ്ട്. അവർക്കെല്ലാം പരമകാരുണികനായ കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ ദേഹമുപേക്ഷിക്കാൻ സാധിച്ചു എന്ന ഒറ്റ കാര്യത്തിനാണ് നസ പുനരാവർത്തത, ഇനി ആവർത്തിക്കേണ്ടതില്ല എന്ന ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക്, വൈകുണ്ഠ ലോകത്തിലേക്ക് ഈ പരമകാരുണികൻ അന്ന് അവർക്ക് സ്വാഗതം കൊടുത്തത് എങ്കിൽ കൃഷ്ണൻ്റെ കാരുണ്യം ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? കൃഷ്ണൻ്റെ പ്രവർത്തനങ്ങൾ ആർക്കുൾക്കൊള്ളാൻ പറ്റും? ഒപ്പം പറയണം, ആ കൃഷ്ണനാണ് ഇനി നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പ്രവർത്തനങ്ങൾ ഒരാൾക്കും ഇന്നേ ഉൾക്കൊള്ളാനായിട്ടില്ല. അത് പറയുമ്പോഴാണ് ശ്രീ ഗുരുവായൂരപ്പൻ ആലോചിക്കുന്നു, എങ്കിൽ ഈ തൻ്റെ വലിയ തേജസ് ഈ ഭീഷ്മപിതാമകനെ അധികം അനുഭവിക്കാനായിട്ടുണ്ട്. അതൊന്നുകൂടി എടുത്തവൻ എത്ര നന്നായി. അപ്പോഴാണ് അതിനനുസരിച്ച് അദ്ദേഹം പറയണു, ശ്രീകൃഷ്ണൻ്റെ അത്യന്തം വലിയ കാരുണ്യം. ഇന്ന് യുദ്ധത്തിന് വന്നവരെ കൃഷ്ണനിലേക്ക് അടുപ്പിച്ച് ചേർത്തു എന്നത് മാത്രമല്ല, കൃഷ്ണന് വേണ്ടി ആടുകയും പാടുകയും ചെയ്ത എത്ര വ്രജസുന്ദരിമാരെ കൃഷ്ണൻ്റെ ലോകത്തേക്ക് എത്തിച്ചു ശ്രീകൃഷ്ണൻ. അതാണ് ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്ത പ്രകൃതി മകൻ കിലയസ്യ ഗോപവധുവ. ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ സുഖം ഉണ്ടാക്കിത്തരുന്നവനാണ് എന്ന ഒരേ ഒരു ചിന്ത മാത്രമാണ് 18 അക്കങ്ങൾ ഉള്ള, അത്രയ്ക്ക് വലിയ സംഖ്യയുള്ള എല്ലാ ഗോപസ്ത്രീകൾക്കും ഉണ്ടായിരുന്നത്. ഭാഗവതത്തിൽ പറയുന്ന ആ വലിയ അക്കുണ്ടല്ലോ, 18 അക്കുള്ളത്, അതിലെന്തെല്ലാം വിഭാഗക്കാരുണ്ട്. ഉപനിഷത്ത് സുന്ദരിമാരുണ്ട്, താപസ ശ്രേഷ്ഠന്മാരുണ്ട്, സാധാരണക്കാരായ വ്രജസ്ത്രീകളുണ്ട്. ഇവർക്കെല്ലാവർക്കും കൃഷ്ണൻ പരമാവധി സുഖമുണ്ടാക്കുന്നവനാണ്. കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നത്, കൃഷ്ണനെക്കുറിച്ച് പരസ്പരം പറയുന്നത്, കൃഷ്ണന് വേണ്ടി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അവർക്ക് അധികം സുഖമുണ്ടാക്കിയിട്ടുണ്ട്. ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യോ നാരിയോഗത പരമഹംസപതിം ക്ഷണേന. എൽപ്പത്തൂരെടുത്തങ്ങനെ പറയും, ആരായിരുന്നു വ്രജസുന്ദരിമാർക്ക് കൃഷ്ണൻ? ജാരാത്മന, ജീവിതത്തിൽ സുഖം ഉണ്ടാക്കുന്നവൻ. ദയിതോ നന്ദസുതോ ഭവേദിനി, ഇതന്നെയാണ് അവർ പ്രാർത്ഥിച്ചത്. അതല്ലാതെ
നമ്മൾ പറയുന്ന പോലെ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. ഫലം എന്തുണ്ടായി? കൃഷ്ണന് വേണ്ടി അവർ ജീവിച്ചു. ഫലം അവർക്കാവട്ടെ രാസലീല എന്ന് പറയുന്ന അത്യത്ഭുതമായ പരമ കാരുണ്യം നിറഞ്ഞ പ്രവർത്തനത്തിലേക്ക് ഭഗവാനായിട്ട് അവർ ഒന്നിച്ചു ചേർത്തു. ഇന്ന് അവരുടെ ഔന്നത്യം എന്താ? ബ്രഹ്മാവായാലും ഈ പെരുന്തട്ടത്തേവരായാലും അവരെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേക്കും വന്ദിക്കുമെന്നായിട്ടുണ്ട്. അതാണ് ബ്രഹ്മശങ്കര മുഖാനപേഹ പശുപാങ്കനാസു ബഹുമാനയൻ. ആ ഒരു കാരുണ്യം എന്തുമാത്രം അധികം കാണിക്കുന്നവനാണ് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണന് വേണ്ടി ജീവിക്കുക എന്നത് ആചരിച്ചവരാണ് വ്രജസ്ത്രീകൾ. അവരാവട്ടെ വേദം പഠിച്ചവരല്ല, അവരാവട്ടെ യോഗശാസ്ത്രം അഭ്യസിച്ചവരല്ല. ഈ കൃഷ്ണൻ കാലാന്തരത്തിൽ എന്തുമാത്രം അമിതമായ ആവേശത്തിലാണ് ബുദ്ധിസത്തമനായ ഉദ്ധവനോട് പറയുക, ഹേ ഉദ്ധവ, ഇവര് ഈ നിലയ്ക്ക് ഒരിക്കലും വേദമോ അതല്ലെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസമോ അഥവാ സംസ്കാരങ്ങളോ അഥവാ വേദാന്ത ചർച്ചയോ ഒന്നും ചെയ്തവരല്ല. മറിച്ച് അവർക്കൊരു വലിയ ചിന്തയുണ്ടായിരുന്നത് കൃഷ്ണന് വേണ്ടി ജീവിക്കുക എന്നത് പരമാവധി തങ്ങൾക്ക് സുഖമുണ്ടാക്കുന്നുണ്ട്. ഇത് ആ സ്വച്ഛന്ദമൃത്യുവായ പോരാ, പിന്നെന്ത് കർമ്മയോഗിയായ ഭീഷ്മപിതാമഹൻ പറഞ്ഞതിന് കേട്ടപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനെന്തേ തോന്നിയത്? അതാലോചിക്കണ്ടേ? സ്തുതിക്കുമ്പോൾ എന്തുണ്ട്? രണ്ടുപേരുണ്ട്, സ്തുതിക്കുന്നവനുണ്ട്, സ്തുതിക്കപ്പെട്ടവനുണ്ട്. ഈ ഗുരുവായൂരപ്പനെന്താ തോന്നിയത്? ഇത്രയും സമയം നമ്മൾ യുധിഷ്ഠിരൻ്റെ, അർജുനൻ്റെ, ഭീഷ്മപിതാമഹൻ്റെ മാത്രാചിന്ത പറഞ്ഞത് എങ്കിൽ കൃഷ്ണന് തോന്നി ഇദ്ദേഹം ഇങ്ങനെ തന്നെയാ പറയേണ്ടത്. അതെന്ത്? അന്നത്തെ കാലം മുതൽ ഇന്നത്തെ കാലം വരെ വ്രജസ്ത്രീകൾ എന്ന് പറയുമ്പോൾ രണ്ടാന്തരം കണ്ണിലൂടെ കാണുന്നവർ ഇന്നും ഈ ഭാരതത്തിലുണ്ട്. അവർക്കുള്ള ഒന്നാന്തരം മറുപടിയാണ് സ്വച്ഛന്ദമൃത്യുയായ കർമ്മയോഗിയായ ഈ ഭീഷ്മപിതാമഹൻ അദ്ദേഹത്തിൻ്റെ ശരീരമുപേക്ഷിക്കുന്ന അവസാന നിമിഷത്തിൽ കൂടി ഈ വ്രജസ്ത്രീകളെ സ്മരിക്കുന്നു എന്നത്. അതുകൊണ്ട് ഭഗവാൻ തോന്നി വളരെ നന്നായി എന്ന് തന്നെ. ഇതാണ് നമുക്കും ഉണ്ടാവേണ്ടത്. അതെന്ത്? നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പന് സന്തോഷമുണ്ടാവുന്ന രീതിയിൽ ഒരു വാക്യെങ്കിലും പറയാനാവല്, ഒന്നെങ്കിലും പ്രവർത്തിക്കാനാവല്, അത് ഒരുപാട് അനുഭവിക്കാനായിട്ടുണ്ട് അന്ന് സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മപിതാമഹന്. തുറന്നു പറയണു, ഉണ്ണി അങ്ങേക്കും യുധിഷ്ഠിര ഈ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതാണ് മുനിഗണ നിർപ്പവരീയ സങ്കുലേന്ദ സദസ യുധിഷ്ഠിര രാജസൂയ ഏഷാം അരിഹണമുപഭേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാ. രാജസൂയത്തിൻ്റെ നടുക്ക് വച്ച് അഗ്രാസന പൂജ എന്ന അതിവിശിഷ്ടമായ പ്രവർത്തനം, അതിൽ ശ്രീകൃഷ്ണനെ അലങ്കരിച്ച് പൂജ കഴിച്ച സന്ദർഭത്തിൽ അന്ന് എല്ലാവർക്കും ഈ പരമകാരുണികനായ അതിസുന്ദരനായ ശ്രീകൃഷ്ണൻ്റെ അത്യത്ഭുതമായ തേജസ് സ്വീകരിക്കാനായിട്ടുണ്ട്. അന്ന് ഉണ്ണി യുധിഷ്ഠിര അങ്ങയോടുള്ള വാത്സല്യം എന്തുമാത്രം അധികം ഈ കൃഷ്ണൻ കാണിച്ചിട്ടുണ്ട്. അത് എൻ്റെ കണ്ണുകളെ കൊണ്ട് അനുഭവിച്ചവനാണ് ഈ ഞാൻ. അതുകൊണ്ട് ഇനി എനിക്ക് മറ്റൊന്നും പറയാനില്ല. അതെന്ത്? തമിമഹമജം ശരീരഭാജം ഹൃദയധിഷ്ഠിതമാത്മകൽപ്പിതാനം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. ഇങ്ങനെ തനിക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാവരെയും അങ്ങോട്ട് ചെന്ന് തൻ്റേതാക്കുന്ന ഈ കൃഷ്ണൻ ഇന്നിതാ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് അദ്ദേഹത്തെ ഒന്നിച്ചേരാൻ സാധിക്കട്ടെ. അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അതിസുന്ദരമായ മുഖത്ത് മാത്രം അദ്ദേഹത്തിൻ്റെ ചിന്ത ഒന്നിച്ചു ചേരുന്നുണ്ട്. തുറന്ന് ഭഗവാന്റെ മന്ദഹാസത്തിൽ മാത്രം പൂർണ്ണമായിട്ട് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. എല്ലാവരും നോക്കിക്കൊണ്ടു നിൽക്കെ പതുക്കെ ആത്മന്യാത്മാനമാവേശ്യ സ്വന്ത ശ്വാസൗപാരമൽ ആ പ്രാണവായു ഒന്നിച്ച് താണു പോകുന്നത് എല്ലാവർക്കും അത് കാണാൻ സാധിക്കുന്നുണ്ട്. വാദ്യം മുഴങ്ങൽ, അതുപോലെ തന്നെ പുഷ്പവൃഷ്ടി മുതലായ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ യുധിഷ്ഠിരന് കുറച്ച് സമയത്തേക്കെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ട്. അതെന്ത്? ഇന്ന് തനിക്ക് ഇതുവരെ അനേകം സംശയങ്ങൾ തീർത്തു തരാൻ ഒരു വലിയ
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലിയ എൻസൈക്ലോപീഡിയ മുമ്പിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ പറയുന്ന ഭീഷ്മപിതാമഹൻ. അദ്ദേഹത്തിന് ശരീരം ഇന്നില്ലല്ലോ എന്ന് തന്നെയാണ്. അതേസമയം അവിടെ നിന്ന് തിരിച്ചു പോകുന്ന എത്ര മുനിഗണങ്ങൾ അവർ പറഞ്ഞതാണ് നമ്മൾ ഓർമ്മ വയ്ക്കേണ്ടത്. അവരെല്ലാവരും പറയുന്നു, തതസ്ഥേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയുപ്പുന. നമുക്ക് ഈ ശ്രീഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ഒരു പാഞ്ചഭൗതിക ശരീരം സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്, ശരീരമുള്ളവരായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരു വലിയ അവകാശം കൂടിയിട്ടുണ്ട്. അതെന്ത്? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ സാധിക്കല്. അതിന് നമ്മൾ പറയുന്നത് മരണം എന്നത്. എങ്ങനെയാണ് നമ്മൾക്ക് ഭഗവാനിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്ന ആഗ്രഹത്തെ നേടിയെടുക്കാൻ സാധിക്കുക? അതാണ് കൃഷ്ണഹൃദയ എന്നത്. കൃഷ്ണഹൃദയന്മാരായാണ് ഓരോരുത്തരും എന്ന് അവരവരുടെ ആശ്രമങ്ങളിലേക്ക് ചെന്നത്. അതുകൊണ്ട് ഈ ഭീഷ്മസ്തുതി ഉപസംഹരിക്കുന്ന സന്ദർഭത്തിൽ സൂത പൗരാണികൻ ശൗനകാദി മഹേശ്വരന്മാർ മുഖേന സാധാരണ ജനങ്ങളായി നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. കൃഷ്ണഹൃദയന്മാരായി ജീവിക്കൂ. കൃഷ്ണൻ ഹൃദയന്മാരെന്ന് വെച്ചാൽ കൃഷ്ണൻ ഹൃദയത്തിൽ ഉള്ളവരായിട്ട് ജീവിക്കണം. ഇത്രയൊന്നും വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ എളുപ്പം പറഞ്ഞാൽ ഭഗവാന് വേണ്ടി ചിന്തിക്കാൻ സാധിക്കല്, ശ്രീ ഗുരുവായൂരപ്പന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കല്, ശ്രീ ഗുരുവായൂരപ്പന് വേണ്ടി ജീവിക്കാൻ സാധിക്കല്, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഭീഷ്മസ്തുതി അവസാനിക്കുന്നത്. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് 41ാമത്തെ മഹാഭാഗവത സത്രത്തിൽ പെരുന്തട്ടത്തേവരുടെ മുന്നിൽ വെച്ച് ശ്രീ ഗുരുവായൂരപ്പൻ്റെ സംരക്ഷണ ഭാവത്തെ കുറച്ചൊന്നമർത്തി പറയാനായത്. എല്ലാം തന്നെ ഭഗവാൻ ഭാഗത്തിൽ സംരക്ഷിക്കട്ടെ. ഈ കേട്ടതെല്ലാം തന്നെ ഗുരുപരമ്പരകളുടെ ഉന്നതങ്ങളായ ചിന്തകളിൽ നിന്ന് കുറച്ചൊന്ന് യുള്ളവർ സ്വീകരിക്കാനായത്. യഥാതീതം യഥാമതി എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഭൗമൻ കായേന വാച മുഹുരപി മനസാ ത്വൽബല പ്രേരിതാത്മാ യദ്യൽ കുറുവേ സമസ്തം ദധിഹപരതരേ ത്വയ്യ സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.